Rasputin. This is my entertainment. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. കേറി അടിച്ചു. നമ്മുടെ റഫേൽ വിമാനങ്ങളും MiG-29 കേറി അടിച്ചു തീർത്തിട്ടുണ്ട് 9 സ്ഥലങ്ങളിൽ. നീ എന്താ വിചാരിച്ചേ? ഈ ഹൈറേഞ്ചിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിട്ട് പോകാൻ പറ്റുമോ? വളരെ വ്യക്തമായിട്ട് നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ മനസ്സിലായി. അത് കണ്ട് പേടിച്ചു തൂറിയിരിക്കുകയാണ് പാകിസ്ഥാൻകാരന്മാര്. അയ്യേ, ഭായ് ഇവൻ നന്നായി പേടിച്ചിട്ടുണ്ട് ഭായ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വരും. ആരും വിളിക്കണ്ട, ഞാൻ തന്നെ കഴുകാം. ഇവിടെ കുറെ തെണ്ടികൾ, നാറികൾ, പരനാറികൾ കുറെ ഉണ്ട്. മറ്റാരുമല്ല, റിയാസ് സലീം. നമ്മളെയാണല്ലോ മച്ചമ്പി. പാകിസ്ഥാനെ വെറുതെ വിട്, പാകിസ്ഥാനെ കയറി അടിക്കാൻ വരണ്ട എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ പരനാറി ഷെയർ ചെയ്തിരിക്കുന്നത്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? മനസ്സിലായില്ലല്ലേ? ഇന്ത്യയെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് ഈ പറയുന്ന ഈ അലവലാതി. ഇന്ത്യക്കകത്ത് ഇരുന്ന് തിന്നു കൊഴുത്ത് ഇന്ത്യയുടെ സുഖ സൗകര്യങ്ങളെല്ലാം നേടിക്കൊണ്ട് പാകിസ്ഥാന്റെ മൂട് താങ്ങുന്ന കുറെ നാറികൾ. ഇവന് ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ള ഒരു നാറികളെയും ഇന്ത്യക്കകത്ത് വെച്ച് പൊറപ്പിക്കില്ല. പൊക്കോ, പാകിസ്ഥാനിലോട്ട് പൊക്കോ, അവിടെ തുറന്നു കിടക്കുകയാണ്. ചെന്നിരുന്ന് ക്യൂ നിൽക്കുക ആട്ട വാങ്ങാൻ വേണ്ടിയിട്ട്. മണിക്കൂർ കണക്ക് ക്യൂ നല്ല ആട്ട കിട്ടത്തുള്ളൂ. അകത്തേക്ക് വന്നോളൂ. ഇന്ത്യയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി, എല്ലാ സുഖ സൗകര്യങ്ങളും പറ്റി തിന്ന് കയറിപ്പിന്നെ എല്ലിന്റെ ഇടയിൽ കയറിപ്പിണെന്ന് ഈ രാജ്യദ്രോഹപരമായിട്ടുള്ള ഈ പോസ്റ്റ് ഷെയർ ചെയ്തത്. നിങ്ങൾക്കറിയാമല്ലോ. തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാമെന്നില്ല. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോണം.